ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മുട്ടക്കറി വെക്കുന്നത്. സിമ്പിൾ മുട്ടക്കറി പെട്ടെന്ന് എങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 4 മുട്ടയാണ് വെക്കാൻ പോകുന്നത്. കുറച്ച് ഉരുളക്കിഴങ്ങുകളും എടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നു. ഒരു വിധം തിളച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ട് അത് സിമ്പിളിട്ട് വെക്കുക. അപ്പോൾ എല്ലാം വേഗം വരും. 5-6 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ശകലം ഉപ്പുകൂടി ഇട്ടാൽ മതി, അപ്പോൾ മുട്ട പൊട്ടാതിരിക്കും. അതിനുശേഷം തണുത്ത വെള്ളത്തിലൊഴിച്ച് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം വേണം അത് പൊളിക്കാനായിട്ട്. ആ സമയം കൊണ്ട് അതായത് ഒരു സവോള, ഒരു ചെറിയ തക്കാളി, കുറച്ച് മുളക് കൂടുതൽ വേണമെന്ന്, എരിവ് കൂടുതൽ വേണ്ടവരാണ് 2 മുളക് ഇടുക. ഒരു മുളക് ഇടുന്നുള്ളൂ, കാരണം പിന്നീട് കുറച്ച് മുളക് പൊടി ഇടേണ്ടി വരും. പിന്നെ കുറച്ച് ഇഞ്ചി എല്ലാം റെഡിയാക്കി വെക്കുക. അത് ഒരു സൈഡിൽ മുട്ട വെന്തുകൊണ്ടിരിക്കുന്നു, മറ്റേ സൈഡിൽ നമുക്ക് ഇത് വേവിച്ച് എടുക്കാം. കടുക് എടുക്കുക, കടുക് പൊട്ടിക്കുക. അതിനുശേഷം സവോളയും മുളകും കടുക് പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക, ഇളക്കുക. എല്ലാം കൂടെ നല്ല ഇളക്കുക. ചെറിയൊരു ബ്രൗൺ കളറാകുന്നതിന് വരെ ഇളക്കിയാൽ മതി. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഇളക്കുക. ഇതൊക്കെ കുറച്ച് വേകാൻ വരും. അത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ബട്ടർ മസാലപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ കുറച്ചിടുക. മസാലയിൽ കുറച്ച് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കും. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കുറച്ചൊക്കെ പൊടിച്ചിടുക, ബാക്കി അതുപോലെ തന്നെ ഇട്ട് ഇളക്കുക. അതൊരു വിധം വെന്ത് കഴിയുമ്പോൾ, വെന്തതാണ് ഓൾറെഡി, പൊട്ടറ്റോയുടെ വേവിച്ചതാണ്, ഒരു പറ്റി കഴിയുമ്പം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കുക. ഒരുപാട് തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ അകത്തോട്ടിടുക. വരഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് വേഗം ആയിക്കോളും. 1 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം ഓഫ് ചെയ്യുക.